ഫോണൊന്ന് ഗംഗയ്ക്ക് കൊടുത്തേ. ഈ നൃത്തം എന്ന് പറയുന്നതേ ചിട്ടയായ അഭ്യാസം വേണ്ടതാ. അതൊരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ വഴങ്ങുന്നതല്ലെന്ന് വർഷങ്ങളോളം ചിലങ്ക കെട്ടി ആടിയ നിനക്കറിയില്ലേ? കലയിൽ കളങ്കം പാടില്ല. ഒരാൾക്ക് പകരമാവാനും കഴിയില്ല. കളിച്ചു ജയിക്ക. ഈ പ്രിയങ്കയും നടനമാടിയാണ് തൃച്ചംബരത്തേക്ക് കാല് വെച്ചതും അഖിലാണ്ടീശ്വരിയുടെ ഹൃദയത്തിലേക്ക് കയറിയതും. തൽക്കാലം ഒരു നൃത്ത അധ്യാപികയെ ഞാൻ തൃച്ചംബരത്തേക്ക് അയക്കാം. നീ വിലാസിന് എന്റെ ഇടയിൽ ഫോൺ കൊടുക്ക. ശരി ആന്റി. പ്രിയങ്ക ആന്റി, മകുടി ഊതിയാൽ കൂടെ ഇഴയുന്ന പാമ്പല്ല ഗംഗ. ഉഗ്രവിഷമുള്ള ഇനം തന്നെ. ആന്റി അതിനെ ഒന്ന് തരം നോക്കി നീക്കി വിട്ടുകൊടുത്താ മതി. പത്തി വിടർത്തി ആടിക്കോളും. ശരി, അത് ഞാൻ ഏറ്റു പ്രിയങ്ക. വേണമെങ്കിൽ ഒരു കളമെഴുത്ത് പാട്ടുകൂടി നടത്താം, പോരെ? ഓക്കെ ആന്റി, വെക്കട്ടെ. ശരി. എന്താ വലിയുഞ്ഞെ, നൃത്തവിദ്യാലയത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അമ്പലത്തില്? ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ദൈവാനുഗ്രഹം നല്ലതാ. പ്രത്യേകിച്ചും ഒരു കലാരൂപം പഠിക്കാൻ ഇറങ്ങുമ്പോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേന്ന് എനിക്കറിയാം. നീ ആയിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോ എനിക്കെന്ത് പറ്റിയെന്നല്ലേ? ആഗ്രഹിച്ചത് സ്വന്തമാക്കിയ ഇനി അങ്ങോട്ടൊരു ജീവിതമുള്ളൂ എന്ന് തോന്നിപ്പോയാ ദൈവങ്ങളെ കൂട്ടുപിടിച്ചല്ലേ പറ്റൂ. മനസ്സൊന്ന് ഇടറുമ്പോ ഇതിലും വലിയൊരു സാന്ത്വനം മറ്റൊരിടത്തും കിട്ടില്ല കല്യാണി. അഭീഷ്ടദായിനിയാ ഇവിടുത്തെ ദേവി. ആഗ്രഹിച്ചു ചോദിച്ചാ നടത്തിത്തരൂന്നാ പറയാറ്. വാ, തൊഴുതിട്ട് പോ. ശരി വലിയുഞ്ഞെ. ചേച്ചി, എന്താ ഇവിടെ ഇങ്ങനെ നൂല് കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനാ? നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ? അതെ. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ അത് പേപ്പറിൽ എഴുതി നൂല് കെട്ടി വരപ്രദായിനിയായ ഇവിടുത്തെ ദേവി കുടിയിരിക്കുന്ന ഈ തെച്ചിച്ചെടികൾ ചാർത്തിയാ മതി.
യാതൊരു സംശയവും വേണ്ട, ദേവി അത് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. ശരി ചേച്ചി. ആ വലിയ ഞാനിപ്പോ വരാം. ചേട്ടാ, ഒരു പേപ്പറും പേനയും തരുമോ? തരാമല്ലോ. വല്യുഞ്ഞാണല്ലോ. വല്യുഞ്ഞ് എന്താഗ്രഹമായിരിക്കും എഴുതിയിട്ടത്? ഞാൻ മത്സരത്തിൽ ജയിക്കണമെന്നായിരിക്കും. വല്യുഞ്ഞെ, ഇപ്പൊ വരാം ഞാൻ. വല്യുഞ്ഞ് എന്തായിരിക്കും എഴുതിയത്? മറ്റൊരാൾ എഴുതിയിട്ട് ആഗ്രഹം നോക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും അറിയാനൊരാഗ്രഹം. വല്യുഞ്ഞ് മറ്റൊരാളല്ലല്ലോ, ഞാൻ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദേവി, തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ. ദേവി, എത്രയും വേഗം കല്യാണി എനിക്ക് സ്വന്തമാക്കാൻ കഴിയണേ. പോവാൻ വല്യുഞ്ഞെ.
എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, പോവാം. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമ്മ തന്ന ഈ മോതിരം നിന്റെ വിരലിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കും. എനിക്കങ്ങോട്ട് വരാവോ? ആ വരാം. ഇതെന്തു പറ്റി മുഖത്തൊരു ടെൻഷൻ? ഏയ് ടെൻഷനൊന്നുമില്ല, വെറുതെ തോന്നുന്നതാ. ഗംഗേ, ദേ ഈ മുഖത്തൊന്ന് വായിച്ചെടുക്കാം ഉള്ളിലുള്ള ടെൻഷൻ. ഞാൻ പറയട്ടെ, ദേ ഈ കൈ കിടക്കുന്ന അഖില മേഡം തന്ന മോതിരം 24 മണിക്കൂറിനുള്ളിൽ ആനന്ദേട്ടൻ നഷ്ടപ്പെടുത്തുന്നു പറഞ്ഞതിന്റെ ടെൻഷനല്ലേ? ഇതെങ്ങനെ? അതാണ്. ദേ നിങ്ങൾ ആരും അറിയാത്തൊരു രഹസ്യം ഞാൻ പറയട്ടെ. എനിക്ക് ഭയങ്കര ബുദ്ധിയാ, പക്ഷെ ഞാനത് എപ്പോഴും പുറത്തെടുക്കാറില്ല, ആവശ്യത്തിന് മാത്രം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഗംഗ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ ബുദ്ധി ഉപയോഗിച്ചാ കണ്ടുപിടിച്ചത്. ആർക്കും എന്റെ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല, അപ്പൊ തന്നെ കണ്ടുപിടിക്കും. എന്റെ ഒരു ബുദ്ധിയെ വേണമെങ്കിൽ പരീക്ഷിച്ചോ. ഉദാഹരണത്തിന് അഖിലാണ്ടി തന്ന ഈ മോതിരം ഗംഗ ഈ തൃച്ചംബരത്ത് എവിടെ വേണേലും ഒളിപ്പിച്ചു വെച്ചു. ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കും. ഈ കപ്പലണ്ടി ഞാൻ കാണാതിരിക്കാൻ വിലാസിനി ആന്റി കബോർഡിനകത്ത് മടക്കി വെച്ചിരുന്ന തുണിയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചതാ. എന്നോടാ കളി, ഞാനതെന്റെ ബുദ്ധി ഉപയോഗിച്ചെടുത്തതാ. നീ തമാശയായിട്ട് പറഞ്ഞതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നറിയില്ല. ചിന്തിച്ചു നോക്കുമ്പോ അതേ ഉള്ളൊരു മാർഗം. ആനന്ദ് നൽകി 24 മണിക്കൂർ സമയം. ഈ മോതിരം എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചാ ആനന്ദിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. അത് ചെയ്താൽ എന്താന്ന് ഞാൻ ആലോചിക്കാം. അപ്പൊ ആനന്ദിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാ. ഒളിച്ചു വെക്കുന്ന സ്ഥലം ആനന്ദേട്ടൻ കണ്ടെത്തിയാലോ? അതല്ല, ആനന്ദേട്ടൻ വെല്ലുവിളിച്ചത് കൊണ്ട് ആ വെല്ലുവിളി ജയിക്കാതിരിക്കാൻ നോക്കില്ലല്ലോ. അപ്പൊ മോതിരം അന്വേഷിച്ചിറങ്ങില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ആനന്ദേട്ടൻ ഒരിക്കലും സംശയിക്കാതിരിക്കുന്ന ഒരിടത്ത് മോതിരം ഒളിപ്പിച്ചു വെക്കണം. അതെ. സ്ഥലം കിട്ടി. ഞാൻ ഈ മോതിരം ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലം ആനന്ദ് സംശയിക്കാനോ കണ്ടുപിടിക്കാനോ പോകുന്നില്ല. അതേതോ സ്ഥലം? അത് നേരിട്ട് വന്ന് കണ്ടോ. വാ. ആരും കണ്ടുപിടിക്കാത്ത സ്ഥലം? ഈ തൃച്ചംബരത്ത് അതേതാ സ്ഥലം? ഇവിടെ പോയി നോക്കാം. നിക്കി, ഞാനിവിടെ വരട്ടെ. ഗംഗേ, എങ്ങോട്ടാ പോകുന്നെന്ന് പറ. അഖിലാന്റെ റൂമിലേക്ക് വാ. അയ്യോ, ഏയ് ഇവിടെ വേണ്ട. വേണ്ട, ഡ്രസ് എടുക്കാൻ വന്നാ കണ്ടാലോ. വേണ്ട, ബുക്സ് ഏതെങ്കിലും എടുക്കാൻ വന്നാ കാണും.
തന്ന സ്ഥലം. ഇവിടെ ആകുമ്പോ ആനന്ദ് ഒരിക്കലും സംശയിക്കാൻ പോകുന്നില്ല. ഹോ, സമ്മതിച്ചു. ഇത് ആനന്ദേട്ടൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോകുന്നില്ല. ആ, വേഗം വാ, ഇതിനകത്ത് കൂടുതൽ സമയം നിൽക്കണ്ട. ആരെങ്കിലും കണ്ട സംശയത്തിനിടയാവും. വപ്പു വാ. പാവം വലിയുഞ്ഞ്. ഈ മത്സരത്തിൽ ഞാൻ ജയിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഓരോ നിമിഷവും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എന്ത് പ്രത്യുപകാരം ചെയ്താലും ഈ സ്നേഹത്തിന് പകരമാവില്ല. എന്താ കിട്ടിയോളെ? എന്താ ഇത്ര ആലോചിച്ച് കൂട്ടുന്നേ? ഏയ്, ഒന്നുമില്ല വലിയുഞ്ഞെ. അത് കള്ളം. ഒന്നുമില്ലാതില്ല, എന്തോ ഉണ്ട്. പറഞ്ഞു കേൾക്കട്ടെ. വേറൊന്നുമല്ല വലിയുഞ്ഞെ. എനിക്ക് വേണ്ടി വലിയുകുഞ്ഞ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്തു പോയതാ. എന്ത് കഷ്ടപ്പാട്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ. അതൊരു രസമല്ലേ? അല്ല, നമ്മളെപ്പോഴാ ഡാൻസ് സ്കൂളിലെത്തണേ? സന്ധ്യ കഴിയും. അല്ല, എന്താ ചോദിച്ചേ? യാത്ര ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതുകൊണ്ട് ചോദിച്ചതല്ല. നമുക്ക് കുറെ നേരം ഇങ്ങനെ സംസാരിക്കാനുള്ള സമയമുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇഷ്ടം പോലെ സമയമുണ്ട്. അല്ല, എന്താ കുറെ നേരം സംസാരിക്കാനുള്ളത്? ഡാൻസിനെ കുറിച്ചാണോ, അതോ നമ്മുടെ ഭാവി ജീവിതത്തെ കുറിച്ചോ? എല്ലാം ഉണ്ട്. ഇതുവരെ വലിയ കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളും ഉണ്ട്. ആഹാ, എന്നാ അതൊന്ന് കേൾക്കണമല്ലോ. അതിന് പറ്റിയൊരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒരേ മരുന്ന്. നല്ല സ്ഥലം. ഇതെവിടെയാ? ഇത് കുട്ടനാടിന്റെ ഒരു ഭാഗമാണ്. ചെറുപ്പത്തിൽ എല്ലാ വർഷവും ഒരു ഫാമിലി ടൂർ ഉണ്ടായിരുന്നു. ഈ കുട്ടനാടിന്റെ കൊയ്ത്ത് കാലം. അമ്മയും അച്ഛനും അരവിന്ദും ഞാനും മാത്രമായൊരു ട്രിപ്പ്. അന്നിവിടെയൊക്കെ വരുമായിരുന്നു. ആ, അതുകൊട്ടെ, എന്നോട് പറഞ്ഞിട്ടില്ലാത്ത എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? അത് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാവുന്ന ഒരാളുണ്ട്, വിലാസിനി മാഡം. അതിൻ്റെതായ എല്ലാ എതിർപ്പുകളും കാണിക്കാറുമുണ്ട്.
ഇടക്കാലത്ത് നന്ദന മാഡത്തിന് എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് ആ ഇഷ്ടം പാടെ മാറി. എന്നെ ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ. അതെന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല.